കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ഒരു ആമ്പൽപ്പാടം. അതിനിടയിലൂടെ ഒരു കടത്തുവെള്ളത്തിൽ പൂക്കളെ തൊട്ടും തലോടിയും വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൈക്കലാക്കിയും നേർത്ത മഴയുടെയോ മഞ്ഞിന്റെയോ അകമ്പടിയോടെ പുലരിയിലൊരു യാത്ര. ഒന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ വിട്ടോ കോട്ടയം ജില്ലയിലെ മലരിക്കലേക്ക്. നെൽപ്പാടങ്ങൾ ആമ്പൽ പൊയ്കയായും പച്ചവിരിപ്പണിഞ്ഞ പാടമായും പിന്നെ സ്വർണ്ണശോഭയാർന്ന വിളഭൂമിയാകുന്ന ഇടമാണിത്. പ്രകൃതിയുടെ ഓരോ വിസ്മയങ്ങളല്ലേ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പുഞ്ചക്കൊയ്ത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വയലുകളിലെല്ലാം വെള്ളം നിറച്ചിടും. വെള്ളം നിറഞ്ഞ പാടങ്ങളെല്ലാം പിന്നീട് ആമ്പൽ പൊയ്കകളാകും. ജൂൺ മാസം അവസാനത്തോടെ ആരംഭിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ, തിരുവായ്ക്കരി, ജെ ബ്ലോക്ക് പാടശേഖരങ്ങൾ, കൊല്ലാട് പാടശേഖരം, കല്ലറ എന്നിവിടങ്ങൾ ആമ്പലുകളാൽ പൂത്തുലയുന്നത്. ആമ്പലുകൾ വിരിയുന്നതോടെ ഈ പാടശേഖരം കുങ്കുമവർണ്ണ കാർപ്പറ്റ് വിരിച്ചതുപോലെ മനോഹരമാകും. ആരോ നട്ടുവളർത്തി പരിപാലിക്കുന്നത് പോലെ അത്രയും ഭംഗിയിൽ പ്രകൃതി ഒരുക്കുന്ന കാഴ്ച. ഓരോ നെൽകൃഷിക്കായി നിലമൊരുക്കുമ്പോഴും ട്രാക്ടർ ഓടിച്ചും കളനാശിനി തളിച്ചും ഈ ആമ്പലുകളെ എല്ലാം നശിപ്പിക്കും. പിന്നീടാണ് അടുത്ത കൃഷിക്ക് വിത്ത് വിതയ്ക്കുന്നത്. നിലമൊരുക്കുമ്പോൾ ആമ്പൽ കിഴങ്ങിന്റെ ചെറിയ ഭാഗം മണ്ണിൽ അവശേഷിച്ചാലും അടുത്ത സീസണിൽ അത് വളർന്ന് പൂവിടും. ചന്ദ്രനോടൊപ്പം വിരിഞ്ഞ് സൂര്യനോടൊപ്പം ഉറങ്ങുന്ന ഈ പൂക്കൾ അടുത്ത രാത്രിയിൽ വീണ്ടും വിടരും. ഒരു മാസം കൊണ്ട് മാത്രമേ പൂക്കൾ ഇതളുകൾ കൊഴിച്ച് നശിക്കൂ. ഓരോ പൂക്കാലം അവസാനിക്കുമ്പോഴേക്കും അടുത്ത പൂക്കാലത്തിനുള്ള വിത്തുകൾ പ്രകൃതിയുടെ മടിയിൽ ആഴ്ന്നിറങ്ങും. അടുത്ത ആമ്പൽ വസന്തത്തിൽ നിറയെ പൂത്തൊരു ആമ്പൽക്കാട് തീർക്കാൻ. ലോക ടൂറിസം ഭൂപടത്തിൽ കോട്ടയത്തിനെ അടയാളപ്പെടുത്തിയതും മലരിക്കലെ ആമ്പൽ വസന്തമാണ്. ആമ്പൽ മലരിക്കലിന് നൽകിയത് പ്രശസ്തി മാത്രമല്ല, വരുമാനം കൂടിയാണ്. സഞ്ചാരികൾക്കായി കടത്തുവള്ളങ്ങൾ, ചായക്കടകൾ, ആമ്പൽപ്പൂ വിൽക്കുന്നവർ, ഇങ്ങനെ അനുബന്ധ മേഖലകളിലെല്ലാം മാറ്റം വന്നു. അങ്ങനെ മലരിക്കൽ ഒരു ടൂറിസം വില്ലേജായി. ആമ്പൽ വസന്തം കാണാനെത്തുന്നവരിൽ നിന്നുള്ള വരുമാനം പ്രദേശത്തെ കർഷകർക്കും ഏറെ പ്രയോജനപ്പെട്ടു. കഴിഞ്ഞ സീസണിൽ 3 കോടിയോളം രൂപയാണ് ടൂറിസം വില്ലേജിൽ വരുമാനമായി ലഭിച്ചത്. ചില സീസണിൽ ആമ്പൽ വസന്തം നെൽകൃഷിയേക്കാൾ വരുമാനം നൽകിയതായും പ്രദേശവാസികളായ കർഷകർ പറയുന്നു. സന്ദർശകർക്കായി 200-ലധികം വള്ളങ്ങളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ വർഷം ദിവസേന 20-ലധികം KSRTC ബസ്സുകളും ടൂറിസ്റ്റുകൾക്കായി സർവീസ് നടത്തി. ആമ്പൽ സീസൺ കഴിഞ്ഞാൽ പിന്നെ പച്ചയായും സ്വർണ്ണ നിറമായും മാറുന്ന ഈ പാടങ്ങൾ എല്ലാ കാലത്തും കാഴ്ചയുടെ വസന്തം തീർക്കുന്നു.